കുറെ നാളായി ക്ലാസ്സിൽ എടുത്തിട്ട് തിരക്കുണ്ടായിരുന്നു അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. എക്സ്പ്ലെയിൻ ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിസാസ്റ്റർ. നമ്മളിപ്പോൾ ഡിസാസ്റ്ററിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡിസാസ്റ്ററും ഡെവലപ്മെന്റും തമ്മിലുള്ള എന്താ ഗുണം, ബന്ധം? ഇപ്പോൾ ഡിസാസ്റ്റർ, നമുക്ക് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴാണ് നമ്മളുടെ ചുറ്റുപാടുകളുടെ കുറവുകളും നമ്മൾ തിരിച്ചറിയുന്നുള്ളൂ. അതായത് ഒരു വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അറിയുന്നത് ആ ഭാഗത്ത് വെള്ളം പൊങ്ങും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് അത് ഡെവലപ്മെന്റ് ആയിട്ട്. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കമാണെങ്കിൽ നമുക്ക് അവിടെ സൈൻ ബോർഡുകൾ കൂടുതൽ വെക്കാൻ പറ്റും. അടുത്ത കൊല്ലം ഇത്ര അടി വെള്ളം ഉണ്ടാവുന്നൊക്കെ നമുക്ക് സൈൻ ബോർഡുകൾ വെക്കാൻ പറ്റും. ഇനി അതല്ല ഭൂമികളൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾക്ക് കെട്ടിടങ്ങൾ പിന്നെ അടുത്ത കൊല്ലം പണിയുമ്പോഴത്തേനും കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പണിയാം. അതേപോലെ നമുക്ക് പല കാര്യങ്ങളും അങ്ങനെ പ്ലാൻ ചെയ്യാൻ പറ്റും ഡെവലപ്മെന്റ്. അപ്പൊ എന്താണ് ഡിസാസ്റ്റർ ഡെവലപ്മെന്റ് ആർ ക്ലോസ്ലി ലിങ്ക്ഡ്. ഡിസാസ്റ്റർ can both destroy development initiative and create development opportunities. But development schemes can both increase and decrease vulnerability. Disaster setback a development program, destroying years of development. അത് ഡ്രോബാക്ക് ആണ്. അതായത് ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴത്തേനും അത്രയും ഭാഗത്തുള്ള ഡെവലപ്മെന്റ്, അത്രയും നാളത്തെ ഡെവലപ്മെന്റ് പോകണം. പക്ഷെ നമുക്ക് അവിടുന്ന് കുറെ കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഇനി ഇവിടെ ഈ രീതിയിലുള്ള ഡെവലപ്മെന്റ് അല്ല വേണ്ടത്, വേറെ രീതിയിലുള്ള വേണം എന്നൊക്കെ. Rebuilding after disaster provides significant opportunities to initiate development program. അതായത് റീബിൽഡിങ്, ഡിസാസ്റ്റർ കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ റീബിൽഡ് ചെയ്യുമ്പോഴത്തേനും കുറച്ചുകൂടി സ്ട്രെങ്ത് ആയിട്ടുള്ള വീടുകളും കെട്ടിടങ്ങളും ഉണ്ടാക്കാം. ഡെവലപ്മെന്റ് പ്രോഗ്രാംസ് ക്യാൻ ഇൻക്രീസ് ദി ഏരിയ ഓഫ് സസെപ്റ്റിബിലിറ്റി ടു ഡിസാസ്റ്റർ. അതായത് പുതിയ ഡെവലപ്മെന്റ് വരുമ്പോഴത്തേനും, ഇങ്ങനെയുള്ള നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് വരുമ്പോഴത്തേനും ആ ഏരിയ കുറച്ചുകൂടി ഡിസാസ്റ്ററിന് സസെപ്റ്റിബിലിറ്റി ആവും. Development programs can be designed to decrease the susceptibility to disaster and their negative consequences. എല്ലാം പറഞ്ഞു ഇത്രേ ഉള്ളൂ. നമുക്ക് ആ ഡെവലപ്മെന്റ് ഡിസാസ്റ്റർ ഇനി ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ കുറച്ചുകൂടി കോപ്പപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെവലപ്മെന്റ് ആയിരിക്കും പിന്നെ നമ്മൾ ഡിസൈൻ ചെയ്യുക. ഇനി ഇല്ലുസ്ട്രേറ്റ് ഹൗ ഹെൽത്ത് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആർ ഇന്റർറിലേറ്റഡ്. ഇനി ഹെൽത്തും ഡിസാസ്റ്റർ മാനേജ്മെന്റും എങ്ങനെയാണ്? ഒരു ഡിസാസ്റ്റർ ഉണ്ടായി കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ജനങ്ങളുടെ ഹെൽത്ത് മോശമായിരിക്കും ആ സമയത്ത്. പക്ഷെ ഇവിടെയും നമ്മൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറച്ചുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഫ്യൂച്ചറിൽ അങ്ങനത്തെ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴേ എന്തൊക്കെയാണ് അവിടെ ആവശ്യമെന്ന് നമുക്കറിയാം. അപ്പോൾ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. നാച്ചുറൽ ആൻഡ് മാൻമെയ്ഡ് ഡിസാസ്റ്റർ ഓഫൻ റിസൾട്ട് ഇൻ ബ്രേക്ക് ഡൗൺസ് ഓഫ് സോഷ്യൽ സിസ്റ്റം ആൻഡ് സർവീസ് ടു വിത്ത് പ്രൊനൗൺസ്ഡ് ഇഫക്ട്സ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ആൻഡ് എക്കണോമി. This also causes ill health and death either directly through the disruption of health system. അതായത് പൊതുവെ ഹെൽത്തിനെ അത് സാരമായി ബാധിക്കും ഒരു ഡിസാസ്റ്റർ. To the end, high income countries have established a sufficient effective emergency medicine care system and rescue 11. This system has a plate. അതായത് ഒരു സ്ഥലത്ത് ഡിസാസ്റ്റർ ഉണ്ടായി കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെ ഹെൽത്ത് കെയറിന് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എന്തൊക്കെയാണ് നമുക്ക് വീണ്ടും പ്ലാൻ ചെയ്യാൻ പറ്റും. അതായത് ഒരു പ്രാവശ്യം ഒരു വെള്ളപ്പൊക്കം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം അറിയാൻ പറ്റും അവിടെ ഉണ്ടാവുന്ന ആൾക്കാർക്ക് ആദ്യം ഉണ്ടാകുക പാർശ്വവ്യാധികൾ ഉണ്ടാവും, ആവശ്യത്തിന് ഫുഡ് വേണം, അങ്ങനെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് മെഡിസിൻസ് എത്ര സ്റ്റോക്ക് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. അതേപോലെ ലേണിംഗ് ഫ്രം ദി ഇംപ്ലിമെന്റേഷൻ ഓഫ് എമർജൻസി റെസ്പോൺസ് ഹൈലൈറ്റ് ദി നീഡ് ഓഫ് sustaining all essential components of primary health care during disaster and adapting holistic approach to mainstream integrating emergency medical assistance to disaster response. അതായത് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ഡിസാസ്റ്ററുകൾ നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് വേണ്ടത്. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കമുള്ള സ്ഥലമാണെങ്കിൽ അവിടെ ആവശ്യത്തിന് വഞ്ചി, അതായത് ആളുകൾക്ക് രക്ഷപ്പെട്ടു പോകാനുള്ള വഞ്ചി, പിന്നെ അവിടെ എമർജൻസി ആയിട്ട് ആളുകൾക്ക് മെഡിസിൻസ് വേണ്ടി വരും, പകർച്ചവ്യാധികൾ ഉണ്ടാവാതെ തടയാനുള്ള മെഡിസിൻസ് വേണ്ടി, അതൊക്കെ നമുക്ക് വീണ്ടും പോസ്റ്റ്പോണ്ട് ആയിട്ട് നമുക്ക് റെഡിയാക്കി വെക്കാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിംവർക്ക് ഫോർ ഡിസാസ്റ്റർ മാനേജ്മെന്റ്? അതായത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ചെയ്യാനായിട്ട് സ്റ്റേറ്റ്, നാഷണൽ, ഡിസ്ട്രിക്ട് ലെവൽ അതോറിറ്റീസ് ഉണ്ട് ഇവിടെ. അപ്പോൾ അതിലൊന്നാണ് നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി. The Disaster Management Act 2005 provides the setting up of National Disaster Management Authority (NDMA) with Prime Minister as chairperson. Apart from this,
Apart from him, there is a member whose number shall not exceed 9. One of these can nominate the vice chairperson of the authority. ഈ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി SDMA അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആണ് ചെയർപേഴ്സൺ. The disaster management 2009 also provided setting up the state of disaster management authority under the chairperson of chief minister. അതിന്റെ ഹയർ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ചീഫ് സെക്രട്ടറി ആണ്. പിന്നെ ഡിസ്ട്രിക്ട് മാനേജ്മെന്റ് അതോറിറ്റി അത് കേൾക്കുമ്പോൾ തന്നെ അറിയാം അത് ജില്ലാ കളക്ടർ ആയിരിക്കും അതിന്റെ അതോറിറ്റി. ഇനി എന്താണ് ഹസാർഡ് സോണൽ മാപ്പ്? Hazard map is a map that highlights the area that are affected by the vulnerable to particular hazard. They are typically created for natural hazards such as earthquake, volcano, lands. അതായത് ഹസാർഡ് സോണൽ മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭൂപ്രകൃതിയിലനുസരിച്ച് അവിടെ എന്തൊക്കെ ഡിസാസ്റ്ററുകൾ ഫ്യൂച്ചറിൽ ഉണ്ടാകാം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഹിന്റ് തരുന്നുണ്ട്. നമ്മൾ പറയില്ല ചില കടൽ പ്രദേശങ്ങൾ വോൾക്കാനിക് ഇറപ്ഷൻ ഉള്ള സ്ഥലങ്ങളാണ്. അങ്ങനെ മാപ്പുകൾ രേഖപ്പെടുത്തും. ഇപ്പൊ നമുക്ക് ഉൾപ്പൊട്ടുള്ള സ്ഥലങ്ങൾ ഉൾപ്പൊട്ടലുണ്ടാകാൻ ചാൻസ് ഉള്ള സ്ഥലങ്ങൾ നമുക്ക് മാപ്പ് ചെയ്യാൻ പറ്റും. വെള്ളം പ്രാവശ്യം കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പ്രാവശ്യം എന്തായാലും പറയാം ഇന്ന സ്ഥലങ്ങളിൽ ഇത്ര സെന്റിമീറ്റർ കൂടുതൽ മഴ പെയ്ത് കഴിഞ്ഞാൽ വെള്ളം കയറും. അതിനാണ് ഹസാർഡ് സോണൽ മാപ്പ് എന്ന് പറയുന്നത്. A hazard map is the map that highlights the area that are affected by or vulnerable to particular hazard. അഫക്ട് ചെയ്തിരിക്കുന്നതോ അല്ലെങ്കിൽ അതിന് ചാൻസ് ഉള്ളതോ വൾണറബിൾ ആയിട്ടുള്ള പർട്ടിക്കുലർ ഹസാർഡ്. They are typically created for natural hazards such as earthquake, volcano, landslide, flooding, tsunamis. Hazard maps help to prevent serious damages and health.